ഒരു ഹൈ കാർബ് ലോ ഫാറ്റ് ഡയറ്റ് വേഴ്സസ് ഒരു ലോ കാർബ് ഹൈ ഫാറ്റ് ഡയറ്റ് വെൻ ഇറ്റ് കംസ് ടു ഫാറ്റ് ലോസ്. ഇതിപ്പോഴും ഓൺഗോയിങ് ആയിട്ടുള്ള ഒരു ഡിബേറ്റാണ്. പല ആൾക്കാരും പറയാറുണ്ട് ലോവർ കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് അല്ലെങ്കിൽ ഒരു കീറ്റോജനിക് ഡയറ്റ് എടുക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് ഫാറ്റ് ലോസ് കാണുന്നുണ്ട് എന്നവർ പറയാറുണ്ട്. ഒരു ലോ കാർബ് ഹൈ ഫാറ്റ് ഡയറ്റ് എടുക്കുമ്പോൾ അവരുടെ വെയിറ്റ് സഡൻ ആയിട്ട് താഴത്തേക്ക് പോകുന്നുണ്ട് എന്നവർ പറയാറുണ്ട്. ഇത് ആക്ച്വലി നടക്കുന്ന കാര്യം തന്നെയാണ്. ബട്ട് അതിൻ്റെ പുറകിലുള്ള റീസണിങ് എന്താണ് എന്ന് നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാം. സോ നമ്മൾ കഴിക്കുന്ന ഓരോ കാർബോഹൈഡ്രേറ്റ്സും അത് ഗ്ലൂക്കോസ് മോളിക്യൂൾസായിട്ട് കൺവെർട്ടായിട്ട് ഒരു പോളിമറൈസ്ഡ് സ്ട്രക്ചറായിട്ട് ആണ് നമ്മുടെ ലിവറിലും നമ്മുടെ മസിൽസിലും സ്റ്റോർഡ് ആവുന്നത്. ഈ പോളിമറൈസ് സ്ട്രക്ചറിൻ്റെ പേര് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇറ്റ്സ് കോൾഡ് ഗ്ലൈക്കോജൻ. സോ ഈ ഗ്ലൈക്കോജൻ്റെ സ്ട്രക്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ലീനിയർ ആയിട്ടുള്ള ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഇങ്ങനെ ചെയിൻ പോലെ ആക്കി ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. അതുമെന്ന് കുറച്ചും കൂടെ ഹെവിലി ബ്രാഞ്ച്ഡ് ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മുടെ ഗ്ലൈക്കോജൻ ഇരിക്കുക. സോ ഇത് 1,4 ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആയിരിക്കും ഈ ഒരു ചെയിൻ, ഈ ഒരു ലീനിയർ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതായത് ഒന്നാമത്തെ കാർബണും നാലാമത്തെ കാർബണും ലിങ്ക് ചെയ്യാവുന്ന വിധം. പിന്നെ ഈ ബ്രാഞ്ച് ഉണ്ടായിരിക്കുന്നത് ഒരു 1,6 ഗ്ലൈക്കോസിഡിക് ബോണ്ട് വെച്ചിട്ടായിരിക്കും. അതായത് ഒന്നാമത്തെ കാർബണും ആറാമത്തെ കാർബണും ലിങ്ക് ചെയ്യാവുന്ന വിധം. സോ ഇങ്ങനെയാണ് ഗ്ലൈക്കോജൻ്റെ ഒരു ഹെവിലി ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഗ്ലൂക്കോസ് എന്ന മോണോമർ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കി നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇനി ഇതിലെ മോണോമർ എന്നുള്ള രീതിയിൽ ആൽഫ ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ നമുക്കൊന്ന് വരച്ചു നോക്കാം. സോ ആനോമറിക് കാർബണിൻ്റെ ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പ് ഷുഗർ റിങ്ങിന് താഴെ ആയിരിക്കും, കാരണം ഇറ്റ് ഈസ് ആൽഫ ഗ്ലൂക്കോസ്. സോ ഇതാണ് ആൽഫ ഗ്ലൂക്കോസ്. സോ ഈ ആൽഫ ഗ്ലൂക്കോസ് എങ്ങനെയാണ് വാട്ടർ മോളിക്യൂൾസ് ആയിട്ട് ഇൻ്ററാക്ട് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. സോ ഈ ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ബോണ്ട് ഇറ്റ് ഈസ് പോളാർ, കാരണം ഓക്സിജൻ ഈസ് ഹൈലി ഇലക്ട്രോനെഗറ്റീവ്. സോ ഇവിടെ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് വരും, ഇവിടെ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് വരും. സോ ഇതെങ്ങനെയാണ് വാട്ടർ മോളിക്യൂളായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ നോക്കാം. വേറൊരു വാട്ടർ മോളിക്യൂൾ നമുക്ക് നോക്കാം. ഇവിടെ ഒരു വാട്ടർ മോളിക്യൂൾ ഞാൻ വരയ്ക്കുകയാണ്. അതിലും നോക്കുകയാണെങ്കിൽ ഓക്സിജൻ ഈസ് ഹൈലി ഇലക്ട്രോനെഗറ്റീവ്. സോ ഇവിടെ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് വരും, ഇവിടെ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് വരും. സോ ഈ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജൻ ഇത് ഹൈഡ്രജൻ ബോണ്ടിങ് വഴി പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉള്ള ഹൈഡ്രജൻ ആറ്റം ആയിട്ട് ഇൻ്ററാക്ട് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെയും ഒരു ഇൻ്ററാക്ഷൻ നടക്കും. ഈ ഒരു ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജൻ പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉള്ള ഹൈഡ്രജനായിട്ട് ഇൻ്ററാക്ട് ചെയ്യും. സോ ഇങ്ങനെ ഈ ആൽഫ ഗ്ലൂക്കോസ് ഇങ്ങനെയാണ് വാട്ടർ മോളിക്യൂൾസ് ആയിട്ട് ഇൻ്ററാക്ട് ചെയ്ത് ബൈൻഡ് ചെയ്യുന്നത്. ഇനി ഗ്ലൈക്കോജൻ്റെ സ്ട്രക്ചർ നമുക്കെടുത്ത് നോക്കാം. ഗ്ലൈക്കോജൻ ഈസ് ഹൈലി ബ്രാഞ്ച്, നമ്മൾ നേരത്തെ പറഞ്ഞു. സോ ഈ ബ്രാഞ്ചിൻ്റെ അറ്റത്തൊക്കെ ഇതുപോലെ OH ഗ്രൂപ്പ്സ് നിൽക്കുന്നുണ്ടാവും. സോ ഈ OH ഗ്രൂപ്പ്സ് എല്ലാം വാട്ടർ മോളിക്യൂൾസ് ആയിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ് വഴി ഇൻ്ററാക്ട് ചെയ്ത് ബൈൻഡ് ചെയ്യും. നമ്മൾ കേട്ടിട്ടുണ്ടാവും ഗ്ലൈക്കോജൻ വാട്ടർ പുള്ള് ചെയ്യും എന്നുള്ളത്. എങ്ങനെ വാട്ടർ പുള്ള് ചെയ്യും എന്നുള്ള മെക്കാനിസം ആണ് നമ്മളിപ്പോൾ ഫിഗർ ഔട്ട് ചെയ്തത്. സോ ഗ്ലൈക്കോജൻ ഈസ് ഹൈഡ്രോഫിലിക്, അതായത് വാട്ടർ ലവിങ്. സോ ജനറലി പറയാറുള്ളത് 1 ഗ്രാം ഗ്ലൈക്കോജൻ റഫ്ലി ഒരു 3 ഗ്രാം വാട്ടർ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയാറുള്ളത്. സോ ആദ്യത്തെ ഒരാഴ്ച നമ്മളിപ്പോൾ ഒരു ലോ കാർബ് ഡയറ്റിൽ പോവുകയാണെങ്കിൽ നമ്മുടെ ഗ്ലൈക്കോജൻ സ്റ്റോർസ് താഴത്തേക്ക് പോകുന്നുണ്ട്. സോ ഗ്ലൈക്കോജൻ താഴത്തേക്ക് പോകുമ്പോൾ അതിനോടൊപ്പം അത് ഹോൾഡ് ചെയ്യുന്ന വാട്ടറും എന്തായാലും താഴത്തേക്ക് പോകും. ഈ ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 500 ഗ്രാം ഗ്ലൈക്കോജൻ നഷ്ടപ്പെടുകയാണെങ്കിൽ ക്ലോസ് ടു ഒരു 1500 ഗ്രാംസ് ഓഫ് വാട്ടറും പോകുന്നുണ്ട്. സോ ഇത് ടോട്ടൽ ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 2 കിലോ ലോസാണ് നമുക്ക് ആദ്യത്തെ ഒരാഴ്ച കിട്ടുന്നത്. ബട്ട് ആ 2 കിലോ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഫാറ്റ് ലോസ്, ഇറ്റ് ഈസ് വെയ്റ്റ് ലോസ്. ദേ ആർ 2 ഡിഫറെൻറ്റ് തിങ്സ്. സോ ആദ്യത്തെ ഒരാഴ്ച നമ്മളിപ്പോൾ ഒരു കീറ്റോജനിക് ഡയറ്റ് അല്ലെങ്കിൽ ഒരു ലോ കാർബ് ഡയറ്റ് എടുക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് വെയ്റ്റ് ലോസ് ആണ്, ഫാറ്റ് ലോസ് അല്ല. വെൻ പ്രോട്ടീൻ ആൻഡ് കാലറീസ് ആർ മാച്ച്ഡ്, ഫാറ്റ് ലോസ് ഒരുപോലെ ആയിരിക്കും, ബട്ട് വെയ്റ്റ് ലോസ് ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. അതാണ് ഈ ഒരു എൻറ്റയർ വീഡിയോ വെച്ചിട്ട് ഞാൻ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്.